ഇന്ന് ആവിയിൽ വേവിച്ചെടുത്ത മുട്ട കൊണ്ടുള്ള ഒരു കറിയാണിന്ന് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കൂടിയാണിത്. ഇതിനായിട്ട് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, ഒരു 2 ചെറിയ സവോള നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക്, ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. മുട്ട നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഇതിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്, തട്ടിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് ഒരല്പം എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഓരോ മുട്ടയും നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് ആവി നല്ലതുപോലെ വന്നു കഴിഞ്ഞാൽ ഇത് ഉടനെ തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, ഒരല്പം ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി പെട്ടെന്നൊന്ന് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടി തീ സിമ്മിൽ വെച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ മുട്ട അതേ ഈ ഷേപ്പിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതും കൂടെ വെച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ സിമ്മിൽ വെച്ച് തന്നെ നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ആവി വന്നു കഴിയുമ്പോൾ എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലൊരു മുട്ടക്കറിയാണ്. മുട്ട ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.